പോലെയുള്ള പ്രധാനപ്പെട്ട IT നഗരം അവിടമൊക്കെയാണ് ഈ ലഹരി മരുന്നുകളുടെ കേന്ദ്രം, ലഹരി ഇടപാടുകളുടെ കേന്ദ്രം. അവിടെ നിന്നാണ് കൊച്ചിയിലേക്ക് വരുന്നത്. ഇതൊക്കെയാണ് നമ്മൾ പൊതുവിൽ കരുതപ്പെട്ടിരുന്നത്. പക്ഷേ കേരളത്തിൽ കൊച്ചി എന്ന ഒരു സിറ്റി തന്നെ ഇതിൻ്റെ ഹബ്ബായി മാറുന്നു എന്ന് പറയുമ്പോൾ ഇത് വരുന്ന വഴി എങ്ങനെയാണ്, കേരളത്തിലേക്ക് ഇത് വരുന്ന വഴി, ഒപ്പം കേരളത്തിൽ ഇത് നടക്കുന്ന വിതരണ പ്രവർത്തനങ്ങൾ, ഇത് സംബന്ധിച്ച അന്വേഷണങ്ങളിലേക്കൊക്കെ നമ്മുടെ സംവിധാനങ്ങൾ പോയിട്ടുണ്ടോ? കാരണം ഇത്തരം പൊതുവിടങ്ങളിൽ ഇത് കൊച്ചിയിലെ ചിത്രമാണെങ്കിൽ കേരളത്തിൻ്റെ മറ്റ് നഗരങ്ങളുടെ അവസ്ഥ എന്താണ്? അക്കാര്യങ്ങളിലൊക്കെ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾ കടന്നുപോയിട്ടുണ്ടോ? സജിത്ത്, ഈ അൽക്കാബോണി പറയുന്നതനുസരിച്ച് ഈ ലഹരി കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ, അതായത് രാജ്യത്ത് തന്നെ, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലഹരി കിട്ടുന്ന, സുലഭമായി ലഭിക്കുന്ന ഒരു സ്ഥലം കൊച്ചി നഗരമാണ്. പക്ഷെ കൊച്ചിയിലേക്ക് എങ്ങനെ ഈ ലഹരി എത്തുന്നു എന്നുള്ളത് പോലീസും എക്സൈസും പരിശോധിക്കേണ്ട വിഷയമാണ്. പ്രധാനമായും പോലീസ് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് ബംഗളൂരുവിൽ നിന്നും, ഗോവയിൽ നിന്നും, അതല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നുമൊക്കെയാണ് ഈ ലഹരി MDMA അടക്കം എത്തിക്കുന്നതെന്നാണ്. പക്ഷേ അതിൽ നിന്നും വ്യത്യസ്തമായി വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും കൊക്കൈൻ ഉൾപ്പെടുന്ന മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം ഈ ലഹരി പിടിച്ചെടുത്ത DRI തന്നെ തുറന്നു പറഞ്ഞത്. അത് വലിയളവിൽ കോടികൾ വിലമതിക്കുന്ന ലഹരിയുണ്ട്. അതിന് മെക്സിക്കൻ ലഹരി സംഘങ്ങൾ പോലും കേരളത്തെ ഒരു വലിയ മാർക്കറ്റായി കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി ചെറുപ്പക്കാരെ, കുട്ടികളെ ഇവിടെ വളരെ ജാഗ്രതയോടുകൂടി ഇന്നത്തെ കാലഘട്ടത്തിൽ മാതാപിതാക്കൾ കാണേണ്ടതാണ്. ഈ ട്രെയിൻ മാർഗം, അതുപോലെ വിമാനമാർഗം, റോഡ് മാർഗമൊക്കെ ഇവിടെ എത്തിക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഒരു ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ഈ ദീർഘദൂര ബസ്സുകളിലായിരുന്നു ലഹരി കടത്തെങ്കിൽ ഇന്ന് പല പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് ഈ മോഡലിംഗിന് വേണ്ടി പോകുന്ന ചെറുപ്പക്കാരുടെ വാഹനങ്ങളിൽ എത്തിക്കുന്നുണ്ടെന്ന് പറയുന്നു. ഈ ദീർഘദൂര ബസ്സിൽ വീണ്ടും ലഹരി കടത്ത് സജീവമായിട്ടുണ്ട്. അതിൽ തന്നെ ഈ അടുത്തിടെ ഈ ദീർഘദൂര ബസ്സുകളിൽ നിന്നും ലഹരി വസ്തുക്കൾ, MDMA പിടികൂടിയിരുന്നു, കഞ്ചാവ് പിടികൂടിയിരുന്നു. ഈ രീതിയിലുള്ള പരിശോധനകൾ ഇനി ശക്തമായി തന്നെ മുന്നോട്ട് പോയാൽ മാത്രമേ ഈ ലഹരി സംഘങ്ങൾക്ക് ഒരു കൂച്ചുവിലടങ്ങാൻ കഴിയൂ.